ഹരേ കൃഷ്ണ. പുനർജന്മം എന്നൊന്നുണ്ടോ? നമുക്കൊന്ന് നോക്കിയാലോ. തന്റെ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ഒരാൾ ബാധ്യതപ്പെട്ടതിനാലും അവയിൽ പലതും ജീവിതാന്ത്യത്തിലും അനുഭവിക്കാതെ ശേഷിക്കുന്നതിനാലും അവ അനുഭവിക്കാൻ അയാൾ പുതിയ ജീവിതം കണ്ടെത്തണം. എല്ലാ കർമ്മങ്ങളുടെയും ഫലങ്ങൾ അനുഭവിക്കാനുള്ള ബാധ്യതയുടെ യുക്തിപരമായ ക്രമമാണ് അത്. കർമ്മം ചെയ്യാനും ഫലം അനുഭവിക്കാനും ശരീരമെന്ന ഉപകരണം വേണം. അതിനാൽ കർമ്മഫല കുടിശ്ശിക അനുഭവിക്കാൻ ആത്മാവ് പുതിയ ശരീരം പറ്റിയ രൂപത്തിൽ പറ്റിയ സ്ഥലത്ത് കണ്ടെത്തുന്നു. അതാണ് അതിൻ്റെ പുനർജന്മം. പുതിയ ശരീരത്തിൽ അടുത്ത ജനനമാണ് പുനർജന്മം. ആത്മാവ് ശരീരം വിട്ടകലുന്നതാണ് മരണമെന്നും സാധാരണ വിട്ടുപോയ ഓരോ ആത്മാവും ഇന്നോ നാളെയോ പുതിയ ശരീരത്തിൽ പുനർജന്മം നേടുന്നുവെന്നും ഭഗവത്ഗീതയിൽ പറയുന്നു. മരണത്തിനും പുനർജന്മത്തിനുമുള്ള ഇടവേള വ്യക്തി ഭിന്നമാണ്. ഏലിയ പ്രവാചകൻ മരിച്ച് സ്നാപക യോഹന്നാനായി പുനരവതരിച്ചതിനുള്ള ഇടവേള 8 നൂറ്റാണ്ടായിരുന്നു. പുതിയ ജന്മത്തിൽ പഴയ കർമ്മഭാവങ്ങൾ ഒന്നൊന്നായി പുഷ്പിക്കുകയും അവ മുൻ കർമ്മങ്ങളുടെ ഫലങ്ങൾ കൊണ്ടുവരുന്ന പ്രവർത്തികളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. കർമ്മഫലം നൽകിക്കഴിയുമ്പോൾ പ്രചോദനം കൊണ്ടുണ്ടായ കർമ്മത്തിൻ്റെ ഉടൻ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ അത് പ്രചോദിപ്പിച്ച കർമ്മഭാവത്തിൻ്റെ തീക്ഷ്ണത കുറയുന്നു. അതിനിടയിൽ ആ പുതിയ പ്രവൃത്തിയുടെ പുത്തൻ കർമ്മഭാവങ്ങൾ സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടായെന്ന് വരാം. ആകസ്മികമായ അനുഭൂതി സ്പന്ദനങ്ങളും വിചാരങ്ങളും സൃഷ്ടിക്കുന്ന അഭിലാഷങ്ങളും കർമ്മങ്ങളും പുതിയ കർമ്മഭാവങ്ങൾ സൃഷ്ടിച്ചേക്കാം. കർമ്മം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം കർമ്മഫലം അനുഭവിക്കാൻ എടുക്കുമെന്നതിനാൽ സഞ്ചിത കർമ്മം കൂടിക്കൊണ്ടിരിക്കുമെന്ന് മഹർഷിമാർ പറയുന്നു. ഓരോ ജീവിതത്തിലും ഇത് കൂടിക്കൊണ്ടിരിക്കുന്നതിനാൽ കർമ്മഫലത്തിന്റെ കുടിശ്ശിക ഭക്ഷിക്കാൻ ആത്മാവ് പല ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അത് മനസ്സിന്റെയും കർമ്മങ്ങളുടെയും സമ്പൂർണ്ണ ശുദ്ധി ആർജിച്ച് പുതിയ കർമ്മഭാവങ്ങളുടെ ആവിർഭാവം നിലയ്ക്കും വരെ തുടരുന്നു. ശരീരം വിടുന്ന ആത്മാവ് പിതൃലോകം വസിച്ച് ഭൂമിയിലേക്ക് വീണ്ടും വീണ്ടും കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ മനുഷ്യനായോ മൃഗമായോ മറ്റ് ശരീരരൂപങ്ങളായോ വരുന്നുവെന്ന് വിശദീകരിക്കുന്നു. മരണവും പുനർജന്മവും സഞ്ചിത കർമ്മത്തിൽ നിന്ന് പുത്തൻ പ്രാരബ്ധകർമ്മം ഉണ്ടാകുമ്പോഴാണ് അപൂർവ അപവാദങ്ങളിലല്ലാത്ത പുത്തൻ പ്രാരബ്ധകർമ്മത്തിനും പുനർജന്മത്തിനും ഇടവേളയുണ്ടായിരിക്കുന്നത്. പുത്തൻ പ്രാരബ്ധകർമ്മത്തിനെ പറ്റിയ സ്ഥലം തിരഞ്ഞെടുക്കാൻ ആത്മാവ് അതിൻ്റെതായ സമയമെടുക്കും. ശരീരം വിട്ട ആത്മാവ് പുനർജന്മത്തിനോടടുക്കുമ്പോൾ പുത്തൻ പ്രാരബ്ധകർമ്മം അനുഭവിക്കാൻ വേണ്ടി തനിക്ക് ചേർന്ന ഭാര്യാഭർത്തൃ ജോഡിക്കായി അലയുന്നു. പദാർത്ഥമില്ലാത്തതിനാൽ ആത്മാവിന് ഏത് ശരീരത്തിലും കടക്കാൻ കഴിയുന്നു. അത് തിരഞ്ഞെടുത്ത പുരുഷന്റെ ശരീരത്തിൽ പ്രവേശിച്ച് അയാളിൽ പുതുതായി ഉണ്ടായ ഒരു ബീജത്തിൽ നിൽക്കുന്നു. തുടർന്ന് അത് ആ ബീജം തിരഞ്ഞെടുത്ത സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കാൻ പുരുഷനെ പ്രചോദിപ്പിക്കുന്നു. അങ്ങനെ ആ സ്ത്രീ വഴി ആശിച്ച പുനർജന്മം നേടുന്നു. മരണസമയത്ത് ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെയ്യാൻ തീക്ഷ്ണമായ ആഗ്രഹം അവശേഷിച്ചിരുന്നു എങ്കിൽ പുനർജന്മം ഉടനാകാം. മരണസമയത്ത് ഒരാൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ അയാൾ പുനർജന്മം നേടും എന്നതാണ് ഭഗവത്ഗീതയിലും പറയുന്നത്. ആത്മാവ് ദേഹം വിടുകയും പുനർജനിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടവേളയിൽ സദാ ഈ ഭാവനയുണ്ട്. ആ ഭാവനയിൽ മരണനേരത്ത് ആകസ്മികമായി തോന്നിയ മനുഷ്യരൂപം ആ രൂപം കിട്ടും വരെ സദാ ഉണ്ടാകും. തീക്ഷ്ണമായി ചിന്തിച്ചാൽ പുനർജന്മത്തിൽ അത് നേടുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.